ഇരുട്ടിന് ഉത്തരവാദിയില്ലേ എന്നതാണ് ചോദ്യം. മധു, ഉത്തരവാദി ഉണ്ടാവേണ്ടതാണ് അരുൺ സർ, ഉത്തരവാദി ഉണ്ടാവേണ്ടതാണ്. കാരണം ഇവിടെ ഈ ഭരിക്കാനും അല്ലെങ്കിൽ ഭരണം നിർവഹണത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രിമാരെ, അതിനപ്പുറത്ത് ഉദ്യോഗസ്ഥരെയൊക്കെ, KCBയിലെ ഉദ്യോഗസ്ഥരൊക്കെ നല്ല രീതിയിൽ ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പോൾ എന്നിട്ട് നേരത്തെ നമ്മൾ ഡെസ്കിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആളുകൾക്ക് ഇത്രയും ആവശ്യമുള്ള ഒരു ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കാണല്ലോ ചെയ്യുന്നത്, വിറ്റഴിച്ചിട്ട് പോലും KCB എല്ലാ കാലത്തും നഷ്ടത്തിലാണ്. അത്രയധികം സർവീസും സാലറിയും ഒക്കെ കൊടുക്കുന്ന ആളുകൾക്കാണ് സർക്കാരുകളെ മാറിയിട്ടുള്ളൂ. LDF സർക്കാർ പോവുകയും UDF സർക്കാർ വരികയും ചെയ്തു. ഇതിനപ്പുറത്ത് ആ സംവിധാനം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ തടി കേടാകാതെയും ഈ പറയുന്ന ഇമേജ് കേടാകാതെയും നിൽക്കുന്ന ഒരു സംവിധാനം KSEB എന്ന പേരിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള വിഘാതം എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇപ്പം ഏപ്രിൽ മാസത്തിലാണ് കറണ്ട് കട്ട് തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇരുണ്ട കാലം എന്ന പേരിൽ ഒരു വലിയ പ്രചാരണം ഇടത് പ്രചാരണ വിഭാഗത്തിൽ നിന്നുണ്ടായി. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കറണ്ട് കട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കറണ്ട് കട്ടില്ല. അത് സത്യമായിരുന്നു. 4 മണിക്കൂറോളം പവർ കട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് കൃഷ്ണൻകുട്ടി അടക്കം പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 10 വർഷം അങ്ങനെ ഒരു വലിയ 10 വയസ്സുള്ളൊരു കുഞ്ഞിന് കറണ്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നൊക്കെ നമ്മുടെയൊക്കെ ചർച്ചകളിൽ ഇരുന്ന് വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞ നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷേ ആ സർക്കാരിൻ്റെ അവസാന കാലത്ത് കറണ്ട് കട്ട് ഉണ്ടാകേണ്ടി വന്നു. ആ സമയത്ത് പവർ കട്ട് ഉണ്ടായി. പവർ കട്ട്, അതായത് ഈ വൈദ്യുതി നിയന്ത്രണം ഒഫീഷ്യലായി പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അന്ന് നമ്മൾ വാർത്ത കൊടുക്കുകയും ചെയ്തു. നമ്മുടെ കാർഡിൽ തന്നെ പറയുന്നതാണ്, സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം, വൈദ്യുതി മുടക്കം SMS ആയി മുൻകൂട്ടി അറിയിക്കും, 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഉണ്ടാകും എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത് ഏപ്രിൽ മാസത്തിലാണ്. അന്ന് ഈ പറയുന്ന കൃഷ്ണൻകുട്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉപഭോഗം കൂടുന്നു. ഇന്ന് സണ്ണി ജോസഫ് പറയുന്നത് എന്താണ്? ഉപഭോഗം കൂടുന്നു. പിന്നെ ഡാമുകളിൽ വെള്ളമില്ല. ഇന്ന് സണ്ണി ജോസഫ് പറയുന്നത് ഡാമുകളിൽ വെള്ളമില്ല. ഇന്നലെ ഏതാണ്ട് 1000 മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപ്പാദനം വേണ്ടി വന്നു, അധിക വൈദ്യുതി ആവശ്യം വന്നു എന്നാണ് രാജമാണിക്യം നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. 10 ലക്ഷം മെഗാവാട്ടാണ് അധിക ആവശ്യം കഴിഞ്ഞ വർഷത്തെ സമയത്തിൽ നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. കടം വാങ്ങിയ വൈദ്യുതി സെപ്റ്റംബർ 15 വരെയും തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. നമുക്ക് അന്ന് കടം വാങ്ങിയ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നത്, അതായത് ഹ്രസ്വകാല കരാറുകൾ അവസാനിക്കുന്നത് ഏറ്റവും അവസാനത്തോടു കൂടിയാണ്. ഹ്രസ്വകാല കരാറുകൾ അന്ന് ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവസാന സമയത്താണ് അതിൻ്റെ കാലാവധി കൂടി കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 100-200 മെഗാവാട്ടിൻ്റെയൊക്കെ വിവിധ കരാറുകൾ ആ സമയത്ത് റദ്ദാവുകയും ചെയ്തു. അത് ഈ കടം വാങ്ങിയ, അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ വാങ്ങിയ വൈദ്യുതി സാധാരണഗതിയിൽ നമ്മൾ ഈ കാലവർഷക്കാലത്താണ് തിരിച്ചു കൊടുക്കുക. നമുക്കപ്പം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് വേനൽ മഴ കിട്ടിയില്ല. കാലവർഷവും സത്യം പറഞ്ഞാൽ ഇന്നു മുതലൊക്കെയാണ് മര്യാദയ്ക്ക് കിട്ടിത്തുടങ്ങുകയും ചെയ്യുന്നത്. സെപ്റ്റംബർ 15 വരെ കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇനി കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മുടെ വൈദ്യുതോൽപാദനമുള്ള ഡാമുകളിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 47 മുതൽ 59. ഇപ്പം 2023 കാര്യം സുനിൽ സാർ പറഞ്ഞല്ലോ. 2023 ഈ സമയത്ത് നമ്മുടെ ഡാമുകളിലെ ഈ പറയുന്ന ജലനിരപ്പ് എന്ന് പറയുന്നത് 47 മുതൽ 59% വരെയാണ്. ഹിന്ദുവിൻ്റെ റിപ്പോർട്ടാണ്. ഇപ്പോൾ അത് 21% എന്നതാണ്. ജലനിരപ്പ് കഴിഞ്ഞ വർഷം 47 മുതൽ 59% വരെയായിരുന്നു. 2023 അങ്ങ് പറഞ്ഞ ആ സമയത്ത് 37%. ഇപ്പോൾ അത് 21% എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ അന്നത്തെ വൈദ്യുതി മന്ത്രി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സണ്ണി ജോസഫും പറയുന്നത്. പക്ഷെ അന്ന് പ്രതിഷേധം, അന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പോയിട്ട് സമരം ചെയ്തു, മെഴുകുതിരി കത്തിച്ച് സമരം ചെയ്തു. ഇപ്പോൾ ഇന്ന് DYFIക്കാർ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് സമരം ചെയ്യുന്നുമുണ്ട് എന്നത് പ്രധാനമാണ്. പിന്നെ വേനൽ മഴ കനിഞ്ഞില്ല എന്നത് പ്രധാനമാണ്. അന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, വേനൽ മഴ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കോട്സിലിട്ട് വെച്ചിരിക്കുന്നതാണ്. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. വേനൽ മഴയും കനിഞ്ഞില്ല, കാലവർഷവും മര്യാദയ്ക്ക് കനിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നമുക്ക് അതിനുശേഷം ഉണ്ടായി എന്നതുകൂടിയുണ്ട്. ജനങ്ങൾ സഹകരിക്കണം. 2 വൈദ്യുതി വകുപ്പ് മന്ത്രിമാരും പറഞ്ഞ കാര്യമാണ്. ഇനി സർക്കാർ, നേരത്തെ ആൻഡ്രു സാർ പറഞ്ഞത് ശരിയാണ്, സർക്കാർ 2 കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. ഒന്ന്, കൂടിയ നിരക്കിൽ ഏതാണ്ട് 250 ഇരട്ടിയോളം തുകയ്ക്ക് വൈദ്യുതി വാങ്ങണമോ, അരമണിക്കൂർ പവർ കട്ട് ഏർപ്പെടുത്തണമോ എന്നുള്ള 2 കാര്യങ്ങളാണ്
ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നത് എന്ന് പറയുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എന്നും ഏതാണ് KSEB ചെയ്യാൻ പോകുന്നത് എന്നും എങ്ങനെയാണ് ഈ വൈദ്യുതി നിയന്ത്രണം നടപ്പിലാക്കാൻ പോകുന്നത് എന്നും മറ്റുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. സാങ്കേതിക കാര്യങ്ങളാണല്ലോ പ്രതിസന്ധി. നേരത്തെ കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ മഴ പെയ്യുമോ ഇല്ലയോ എന്നൊക്കെ തലേ ദിവസങ്ങളിലൊക്കെയാണ് അലേർട്ടൊക്കെ വരുന്നത്. അത് 2-3 മാസം മുമ്പ് നമുക്ക് അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത്രയും വലിയ ദുരന്തങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനം ഇരയാകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പോകട്ടെ, ഇതെങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഏത് മേഖലകളിൽ ഏത് സമയത്താണ് പവർ കട്ട് നടപ്പിലാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. KSEBക്കും ഉണ്ട്, വൈദ്യുതി വകുപ്പ് മന്ത്രിക്കുമുണ്ട്. അദ്ദേഹം നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ 2 കൈയും നിവർത്തി കാണിക്കുകയാണ്. എനിക്കറിയില്ല എന്ന് പറയാൻ എന്തിനാണ് ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഡിസംബർ വരെയും ഈ വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തോടു കൂടി തുടങ്ങിയതാണ് വൈദ്യുതി നിയന്ത്രണം. അതിനുശേഷം നമുക്ക് ഡാമുകളിൽ ജലനിരപ്പ് ഉയരാൻ അനുപാതത്തിൽ മഴ കിട്ടിയിട്ടില്ല. വേനൽക്കാലത്തും കിട്ടിയിട്ടില്ല, മഴക്കാലത്തും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തുടരും എന്നുള്ളതാണ്. നമുക്ക് ഇന്റേണൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. രാജമാണിക്യം വാർത്താസമ്മേളനം നടത്തിയത് ശരി, ഓക്കെ. പക്ഷേ വാർത്താസമ്മേളനം നടത്തേണ്ടതും ജനങ്ങളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പറയേണ്ടതും രാജമാണിക്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുള്ളത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം KPCCയുടെ ലീഡറായിട്ട് വന്ന സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന മികച്ച സംഘാടകനായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേട്ട വിശേഷണങ്ങൾ. ഇലക്ഷന്റെ സമയത്ത് ആ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ അന്ന് ഈ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫാണ്. കെ സുധാകരനൊക്കെ പ്രശ്നം നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതൊന്ന്. അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയാകുന്നു. അദ്ദേഹത്തിന് കൃത്യമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും കഴിയുന്നില്ല. വിശദീകരിക്കാൻ അദ്ദേഹത്തിനൊട്ട് താല്പര്യവുമില്ല എന്നതാണ് അതിൻ്റെ കോമഡി. മാധ്യമങ്ങൾ കാണുന്ന സമയത്ത് അദ്ദേഹം പ്രക്ഷുബ്ധനാവുകയൊക്കെയാണ് ചെയ്യുന്നത്. 1-2 വാക്കുകൾ പറഞ്ഞ് ഇത്രേ പറയാനുള്ളൂ എന്ന നിലയ്ക്ക് അദ്ദേഹം പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രതിസന്ധി LDFന്റെ കാലത്ത് ഈ പറയുന്ന അവസാന സമയത്ത് തന്നെ ആയിരുന്ന സമയത്ത് എന്തൊക്കെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായതാണ്. എന്നിട്ട് അത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെ ഇത് മുൻകൂട്ടി കാണാത്തതിന്റെ പേരിലുണ്ടായ വൈദ്യുതി പ്രതിസന്ധി എന്നാണ് പറഞ്ഞത്. ആ മുൻകൂട്ടി കാണാഴിക സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. KSEBയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഇതിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരും ഈ പറയുന്ന KSEBയും ഇവിടെ നിൽക്കുന്ന സമയത്തും ഇപ്പോഴും അതിന് എന്താണ് പരിഹാരം, എന്താണ് സർക്കാരിന് മുന്നിലുള്ളത് എന്നതുപോലും വിശദീകരിക്കാതെ ഇനി ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാണെങ്കിൽ അത് മര്യാദയ്ക്ക് വന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പോലും കഴിയാത്ത എന്ത് പ്രതിസന്ധിയാണ്, എന്ത് പ്രശ്നമാണ് ഇവർക്കുള്ളത് എന്നതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പബ്ലിക് പരിപാടിക്കിടയിൽ കറണ്ട് പോയി, ശരിയാണ്. അദ്ദേഹം പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് കറണ്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രസംഗം തുടരാൻ കഴിയുന്നത്. നമ്മുടെയൊക്കെ ചർച്ചകൾ വന്നിരിക്കുന്ന സമയത്തൊക്കെ വലിയ ട്രോളുകൾ ഉണ്ടാവുകയാണ്. ഈ നിലയ്ക്ക് ഇങ്ങനെ ഇത്രയും ഉത്തരവാദിത്തരഹിതമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മര്യാദയ്ക്ക് ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി കറണ്ട് കട്ടാണ് എങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കണം. ജനങ്ങൾ അതിനനുസരിച്ച് അവരുടെ ജീവിതം ഷെഡ്യൂൾ ചെയ്യും എന്നുള്ളതാണ്, കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഒരു വയസ്സായ അമ്മൂമ്മ പറയാണ് വൈകുന്നേരം രാത്രി ഒന്നും ബാത്റൂമിൽ പോകാൻ കഴിയാത്ത സാഹചര്യം. ആ നിലയ്ക്ക് ഇരുട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. കൃത്യമായ സമയക്രമം ഏറ്റവും വേഗത്തിൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടതുണ്ട്. ഓക്കെ. Meet the editors.